പ്രിപ്പയർ ചെയ്യാനുള്ള അടുത്ത ഒരു മെത്തേഡാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു നെയിംഡ് റിയാക്ഷനാണിത്. ഈ ഗബ്രിയേൽ സിന്തസിസ് നടത്തുന്നത് പ്രൈമറി അമീൻസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം ഓർക്കണം. എന്താണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്? ദ താലിമൈഡ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് എഥനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഫോംസ് potassium salt of thalamide, which on heating with alkyl halide followed by alkaline hydrolysis forms corresponding primary amine. ഒരു 3 സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. എന്താണ് ഈ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് എന്ന് നോക്കാം. ഇവിടെ താലിമൈഡ് എന്ന കോമ്പൗണ്ട്, ഇതാണ് താലിമൈഡ് എന്ന കോമ്പൗണ്ട്. ഈ താലിമൈഡിനെ ആൽക്കഹോളിക് KOHുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഇങ്ങനെ ആൽക്കഹോളിക് KOHുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് ഫലമായി ഒരു പൊട്ടാസ്യം സോൾട്ട് ഓഫ് താലിമൈഡ് ലഭിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, താലിമൈഡിൽ NH ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ ഹൈഡ്രജൻ മാറി ആൽക്കഹോളിക് KOHുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ പൊട്ടാസ്യം വരുന്നു. സോ N-K+ എന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഈ കോമ്പൗണ്ടിനെ വീണ്ടും ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കൂ. ഇവിടെ N-ആൽക്കൈൽ താലിമൈഡ് എന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. എന്താണ് ഈ N-ആൽക്കൈൽ താലിമൈഡ്? നേരത്തെ റിയാക്ട് ചെയ്ത് കിട്ടിയ കോമ്പൗണ്ടിലെ പൊട്ടാസ്യത്തിന് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയും ഒരു താലിമൈഡ് കോമ്പൗണ്ടായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് N-ആൽക്കൈൽ താലിമൈഡ് എന്ന് വിളിക്കുന്നത്. ഈ കോമ്പൗണ്ടിനെ ഒരു ബേസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആൽക്കലി ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രോളിസിസ് നടത്തുക, അതിനെയാണ് ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ അക്വസ് സൊല്യൂഷനാണ് ഹൈഡ്രോളിസിസിനായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ഹൈഡ്രോളിസിസ് നടത്തുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് പ്രൈമറി അമീൻ RNH2 എന്ന പ്രൈമറി അമീനും അതോടൊപ്പം തന്നെ ഒരു സോഡിയം സോൾട്ട് ഓഫ് താലിമൈഡും നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു മെത്തേഡിനെയാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, താലിമൈഡിൽ നിന്നും ഒരു പ്രൈമറി അമീനാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൽക്കഹോളിക് KOH. താലിമൈഡ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് KOH or ethanolic potassium hydroxide forms potassium salt of thalamide, which on heating with alkyl halide and followed by alkaline hydrolysis gives corresponding പ്രൈമറി അമീൻ. ഈ റിയാക്ഷനെയാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് പ്രൈമറി അമീൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്.